തിരുവനന്തപുരം പാലോട് സ്വദേശി ഇന്ദുജയുടെ മരണം കൊലപാതകമാണെന്ന് കുടുംബം പറയുന്നു. മകൾ നേരിട്ടത് ക്രൂരമായ മർദ്ദനമാണെന്നും കാണാൻ അനുവദിച്ചില്ല എന്നും പിതാവ് ശശിധരൻ കാണി പറഞ്ഞു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മൃതദേഹത്തിൽ മർദ്ദനത്തിന്റെ പാടുകളുണ്ട്. സംഭവത്തിൽ ഇന്ദുജയുടെ ഭർത്താവ് അഭിജിത്തിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. 3 മാസം മുൻപാണ് അഭിജിത്തിന്റെയും ഇന്ദുജയുടെയും വിവാഹം കഴിഞ്ഞത്. ഞായറാഴ്ചയായിരുന്നു. വീട്ടിൽ വന്ന് ആഹാരമൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് പോയി. അവൻ കാറിൽ വരികയും എൻ്റെ മോളെ കൊണ്ടുപോവുകയും ചെയ്യണേ. ഇടതുവശത്ത് മുറിപ്പാടുണ്ടായിരുന്നു. അവൻ ഉപദ്രവിച്ചതാണ്. എൻ്റെ കൂടെ പറഞ്ഞില്ല, എൻ്റെ മോൻ്റെ കൂടെ പറഞ്ഞ് അവൻ അടിച്ചതാണെന്ന് പറഞ്ഞു. അവൻ നിരന്തരം ഉപദ്രവമാണെന്ന് പറഞ്ഞു. മാരകമായ ഉപദ്രവം കൊണ്ടാണ് അവൻ കൊലപ്പെടുത്തിയത്. അഭിജിത്ത് അവൻ ഇളവട്ടം LPS സ്കൂളിൻ്റെ എതിർവശമെന്നാണ്. ജോലി എന്തായിരുന്നു അഭിജിത്തിന്? ജോലി ഞാൻ നമ്മളെ അടുപ്പിക്കുകയും ഇല്ല. അതിന് ശേഷം നിങ്ങൾ അച്ഛനും അമ്മയും അവിടെ വീട്ടിൽ അടുപ്പിക്കില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൊന്നുകളയെന്നാണ് പറഞ്ഞത്. ഭീഷണിപ്പെടുത്തിക്കുന്നത്. ഇപ്പോൾ അഭിജിത്തിന്റെ വീട്ടിൽ ഫോറൻസിക് പരിശോധന നടക്കുകയാണ്. അരുൺ സോളമൻ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ മകളെ കൊന്നതാണ് എന്ന രൂപത്തിലാണ് പിതാവിന്റെ പ്രതികരണം വരുന്നത്. മകളെ കാണാൻ പോലും അനുവദിച്ചില്ല എന്ന് പിതാവ് പറയുന്നു. ഇപ്പോൾ അഭിജിത്തിന്റെ വീടിൽ ഫോറൻസിക് പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് അവിടെ നിന്ന് നമുക്ക് നൽകാവുന്ന വിവരങ്ങൾ? സ്മൃതി, കഴിഞ്ഞ ദിവസമാണ് ഇളവട്ടം ഞാൻ നിൽക്കുന്ന ഈ വീട്ടിലെ വലതുവശത്തുള്ള ഈ ബെഡ്റൂമിലാണ്, ഈ 2ാം നിലയിലുള്ള ബെഡ്റൂമിൽ വെച്ചാണ് ശരിക്കും ഈ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ഇന്ദുജ. ഇപ്പോൾ നിലവിലിവിടെ ഫോറൻസിക് പരിശോധന നടന്നു വരികയാണ്. ഏകദേശം അരമണിക്കൂറോളമായി പരിശോധന ആരംഭിച്ചിട്ട് ഈ ബെഡ്റൂമിനോട് ചേർന്നുള്ള ഈ ജനലിലാണ്, തൂങ്ങിയ നിലയിലാണ് ഈ ശരിക്കും ഇന്ദുജയെ ഭർത്താവ് അഭിജിത്ത് കാണുന്നത്. അഭിജിത്ത് ഈ പ്രദേശത്ത് തന്നെ ഒരു സ്വകാര്യ വാഹന കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴാണ് ഇത്തരത്തിൽ ഇന്ദുജയെ ഈ ഒരു തൂങ്ങിയ നിലയിൽ കാണുകയും തുടർന്ന് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ സ്വന്തം ഓൾട്ടോ കാറിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുമായിട്ട് എത്തിക്കുകയായിരുന്നു. വഴിമധ്യേ മരണപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനമായും പോലീസിന് നൽകിയ മൊഴി. എന്നാൽ ഇതിനോടകം തന്നെ കുടുംബം ഇദ്ദേഹത്തിനെതിരെ എത്തിയിരിക്കുകയാണ്. ഈ ഇന്ദുജ പാലോടുള്ള തന്നെ കോളച്ചൽ സെറ്റിൽമെൻറ്റിലെ അംഗമാണ്. അവർ കഴിഞ്ഞ 2 വർഷമായിട്ട് ഇവർ തമ്മിലൊരു പ്രണയമുണ്ടായിരുന്നു. ഈ പ്രണയത്തിന് ശേഷമാണ് കഴിഞ്ഞ 3 മാസമായി ഇപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 5-ാം തീയതിയാണ് ഇവർ ഈ ഇന്ദുജയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവന്ന് ഇളവട്ടത്തുള്ള ഈ വീട്ടിൽ ശരിക്കും കൊണ്ടുവന്നത്. ഇതിനോടനുബന്ധിച്ച് തന്നെ ഇവർ ലീഗലായിട്ടൊരു വിവാഹം കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സ്മൃതി നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. തൊട്ടടുത്തുള്ള ഒരു ശിവക്ഷേത്രത്തിൽ വെച്ച് ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ നിലവിൽ ഈ കുടുംബം ഈ ഇന്ദുജയെ വിളിച്ചിറക്കി കൊണ്ടുപോയപ്പോൾ തന്നെ പാലോട് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയിരുന്നു. 7-ാം തീയതിയാണ് ആ പരാതി നൽകിയത്. തുടർന്ന് പോലീസ് ഇവരെ 2 വീട്ടുകാരെയും വിളിക്കുകയും 10-ാം തീയതിയായിരുന്നു വിളിച്ച് കൊണ്ടുവന്നത്. പ്രായപൂർത്തി ആയതുകൊണ്ട് തന്നെ ഇവരെ ഒരുമിച്ച് ജീവിക്കുക, നല്ല രീതിയിൽ ജീവിക്കണമെന്നുള്ള ഒരു ഉറപ്പായിരുന്നു പോലീസിന് മുന്നിൽ ഇവർ നൽകിയത്. അത്തരത്തിൽ നന്നായിട്ട് ജീവിച്ചു വരുന്നു എന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞുള്ളത്. നിലവിൽ ഈ ഇളവട്ടത്തുള്ള അഭിജിത്തിന്റെ അമ്മ ഉണ്ട്, ജില്ലാ സഹകരണ ബാങ്കിലെ ജീവനക്കാരി കൂടിയാണ് ഈ പൈങ്കിളി. അവർ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറല്ല എന്നുള്ളൊരു ആണ് നിലവിൽ ഇപ്പോൾ സ്മൃതി അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ഇന്ന് ഇപ്പോൾ ഈ നമ്മുടെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രാഥമികമായ ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കി ഇന്ദുജയുടെ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായിട്ട് അയച്ചിരിക്കുകയാണ്. രാവിലെ 10:30 തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ തഹസിൽദാറിന്റെ സാക്ഷിയോടുകൂടി തന്നെ അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും തഹസിൽദാർ കുടുംബത്തോട് പങ്കുവച്ചിരിക്കുന്നത് മൃതദേഹത്തിൽ ചില പാടുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുതന്നെയാണ് ഇന്ദുജയുടെ അച്ഛനും ഇന്ന് റിപ്പോർട്ടിനോട് പങ്കുവച്ചത്. അച്ഛൻ ശശിധരൻ കാണി പ്രധാനമായും പറയുന്നത് കഴിഞ്ഞ ആഴ്ച മകൾ വീട്ടിൽ വന്നിരുന്നു. ഈ വീട്ടിൽ വന്നപ്പോൾ ചെവിയുടെ സൈഡിൽ ഒരു മർദ്ദിച്ചതിൻ്റെ ഒരു പാടുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും തന്നെ അച്ഛനോട് പങ്കുവച്ചിട്ടില്ല. പ്രധാനമായും കഴിഞ്ഞ ഈ 3 മാസമായി നിരന്തരമായിട്ടുള്ള പീഡനം, ഭർത്താവിൽ നിന്ന് നിരന്തരമായിട്ടുള്ളൊരു പീഡനം ഉണ്ടായിരുന്നു. അത് ശാരീരികമായിട്ടുള്ളൊരു പീഡനമാണ് എന്നുള്ളത് തന്നെയാണ്. അമ്മയോടും അതുപോലെ തന്നെ സഹോദരൻ ഷിനുവിനോടും ഈ കാര്യം പറഞ്ഞിരുന്നു എന്നുള്ളതാണ് ശശിധരൻ കാണി ഇപ്പോൾ റിപ്പോർട്ടിനോട് പങ്കുവച്ചിരിക്കുന്നത്. കൊലപാതകമാണ് എന്ന കുടുംബം ആരോപിക്കുന്നു. മകളെ കാണാൻ പോലും അനുവദിച്ചിരുന്നില്ല എന്നാണ് പിതാവ് പറയുന്നത്. ഏതായാലും പോലീസ് അന്വേഷണം തുടരുകയാണ്.